എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അബായയുടെ ക്ലാസ് ആണ്. അപ്പൊ ഇതിന്റെ അളവുകൾ എങ്ങനെയാണ് നമുക്ക് എടുക്കുക എന്നുള്ളത് അറിയണം. ആദ്യം ബോഡിയിൽ നിന്നുള്ള അളവാണട്ടെ, അതല്ല നോർമൽ ഒരു എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ സൈസ് അനുസരിച്ചിട്ടുള്ള അളവുകൾ നമുക്ക് ആദ്യം അറിയണം. അളവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലാണ് അത് ഏത് രൂപത്തിലേക്ക് ആക്കണം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വരക്കാനായിട്ട് ഓടേണ്ട ആവശ്യമില്ല. വരക്കാൻ ആവശ്യമായിട്ടുള്ള അളവുകളാണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്, അല്ലെ? അപ്പൊ ആദ്യം ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് തയ്ക്കുന്ന രീതി നമുക്ക് നോക്കണോ, അതോ ഓരോ അളവ് പ്രകാരം എക്സൽ, ഡബിൾ എക്സൽ അതിന്റെ അളവുകൾ വേണോ എന്നുള്ളത് തീരുമാനിക്കാം. ഏതാ വേണ്ടത്? ആദ്യം ഏതാ നല്ലത്? ഇവിടെ ഏത് നടക്കും? ഇവിടെ ഏത് നടക്കും? ഓക്കെ, സൈസ് അനുസരിച്ചിട്ട് ബോഡിയിൽ നിന്ന് രണ്ട് അഭിപ്രായം ഉണ്ടല്ലേ. ബോഡിമെന്നുള്ളത് എടുത്തതിന് ശേഷം സൈസ് അനുസരിച്ചിട്ട് നോക്കിയിട്ട്, അതായത് നമ്മൾ ബോഡിമെന്നുള്ള സൈസ് അനുസരിച്ചിട്ട് നോക്കി മാർക്ക് ചെയ്തിട്ട് അത് പഠിച്ചതിന് ശേഷം സൈസുകൾ, അതായത് കുഞ്ഞു കുട്ടികളുടെ അളവുകൾ മുതൽ, കുഞ്ഞു കുട്ടികളുടെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറഞ്ഞിട്ട് മദ്രസയിലൊക്കെ പറഞ്ഞു വെക്കൂലേ, നമ്മൾ പറഞ്ഞതിന്റെ അളവ് എങ്ങനെ പറയാം? എക്സലും ഡബിൾ എക്സലും പറയില്ലല്ലോ. 2 വയസ്സായ കുട്ടിക്ക്, 3 വയസ്സായ കുട്ടിക്ക് അങ്ങനെയല്ലേ പറയാ. അപ്പൊ അതിനുണ്ട് സൈസ്, അതിന്റെ ബേക്കിലും ഉണ്ടാവും, അതിന്റെ ലേബലിന്റെ തൊട്ട് ബേക്കിലുണ്ടാവും അതിന്റെ സൈസുകൾ. അപ്പൊ ആദ്യം ബോഡിമെന്ന് അളവെടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു എല്ലാവർക്കും ബോഡിയിൽ നിന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ അത് പഠിച്ചതിന് ശേഷം അതും ഈ സൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള പറയാം. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് ഓടിച്ച് തരാം. ബോഡിമെന്ന് അളവെടുക്കുമ്പോ എന്ന് പറയുമ്പോൾ, ബോഡിമെന്ന് നമ്മൾ അളവെടുത്ത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അബായക്ക് ലൂസ് കൂടിയിട്ടുള്ള ഡ്രസ്സാണ് അല്ലേ, അബായ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ കറക്റ്റ് അളവെടുത്ത് കഴിഞ്ഞാലും അതിൽ കൂടി കുറെ കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഓരോ ഭാഗങ്ങളിലും മാർക്ക് ചെയ്യുമ്പോൾ ലൂസ് അളവ് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുക. ചെറിയൊരു കാര്യമാണത്. മറിച്ച് നോർമൽ അബായയുടെ സൈസ് പ്രകാരം നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അബായക്ക് വെച്ചിട്ട് വരുന്ന ഒരു സൈസിന്റെ സൈസ് ചാർട്ട് ഉണ്ട്. ആ സൈസിൽ ചാർട്ടിൽ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നമുക്ക് തയ്ച്ചിട്ട് കിട്ടുമ്പോഴും വേണ്ടത്. മറിച്ച് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് കിട്ടേണ്ട അളവിൽ നിന്നും എത്രയോ വ്യത്യാസപ്പെട്ടിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്ത സാധനം നമുക്ക് കിട്ടാം. കാരണം ബോഡിമേലുള്ള അളവിനേക്കാൾ ലൂസോട് കൂടിയിട്ട് നമ്മൾ വണ്ണങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. നീളം ഓക്കെ കറക്റ്റ് ആയിരിക്കും, വണ്ണത്തിന്റെ ഭാഗത്തൊക്കെ ലൂസ് അളവ് കൂടി കൂട്ടിയിട്ടായിരിക്കും നമുക്ക് കിട്ടാം. മറിച്ച് ചാർട്ട് പ്രകാരമുള്ള അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോഴോ അതിൽ പ്രത്യേകിച്ചൊന്നും തിരുത്താനുണ്ടാവില്ല. ഇപ്പം ഒരു 50 സൈസാണ് വണ്ണം എന്നുണ്ടെങ്കിൽ അതേ 50 സൈസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു, അവിടെ അടിക്കുന്നു, അടിച്ചു കഴിഞ്ഞാലും സൈസ് അതന്നായിരിക്കും, വ്യത്യാസം ഉണ്ടാവില്ല. മറിച്ച് ഇവിടുത്തെ നമ്മുടെ ചെസ്റ്റിന്റെ വണ്ണം ഒരു 44 ഇഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ തയ്ച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 50 ആയിരിക്കും. അപ്പൊ അതും ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പഠിക്കാൻ എളുപ്പം അതാണ്, ഏത് സൈസ് പ്രകാരം മാർക്ക് ചെയ്തിട്ട് പഠിക്കാനാണ്. അതിൽ ഫോർമുലകളൊന്നുമില്ല, എളുപ്പമാണ്. കിട്ടിയ അളവിന്റെ പകുതി വെച്ചിട്ടും 4 ഭാഗം വെച്ചിട്ടും മാർക്ക് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നതിൽ ആലോചിച്ച് തലമുണ്ടാക്കാനൊന്നുണ്ടാവില്ല. ഇതിൽ കുറച്ച് കണക്ക് ബോഡിമെന്ന് എടുക്കുമ്പോൾ കുറച്ച് കണക്കുകൾ. നമുക്ക് ആദ്യം വേണ്ട അളവ് നീളമാണ്. നമ്മുടെ പർദ്ദയുടെ നീളം എത്ര ഇഞ്ചുണ്ട് എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് വേണ്ടത്. ആ നീളം എടുക്കുന്ന രീതി നമ്മുടെ ഈ ഷോൾഡർ മുതലാണ്. നമ്മുടെ ഒരാൾ ഇത്ര ഹൈറ്റ് ഉണ്ട് എന്ന് കരുതിയിട്ട് ആളുടെ ഹൈറ്റ് പ്രകാരം എത്രയാണ് ഡ്രസ്സ് വേണ്ടതെന്ന് തീരുമാനിക്കും. നമ്മുടെ ഈ തോള് മുതൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ നിലം വരെയുള്ള ഇറക്കം, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന ലാസ്റ്റ് ഭാഗം വരെയുള്ള ഇറക്കാണ് വേണ്ടത് അബായക്ക്. നമ്മൾ ഈ നിര്യാണി വരെ മതി, നമ്മൾ തടഞ്ഞു വീഴും അങ്ങനെയൊന്നും ഇതിൽ പറയൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഉള്ളിലൊരു ഡ്രസ്സ് ഇടും, അതിന്റെ മേലെ ഇടുന്ന ഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ നീളം കറക്റ്റ് ലെവലിൽ സിറ്റിംഗ് ആയിട്ടിരിക്കണം, മനസ്സിലായോ? അപ്പോൾ ഫുൾ നമ്മുടെ ഷോൾഡർ മുതൽ നമ്മൾ നിവർന്നു നിന്ന് കഴിഞ്ഞാൽ താഴെ ടേപ്പ് മുട്ടുന്നത് വരെയുള്ള അളവ് നീളം എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതാണ് ആദ്യം എഴുതിയെടുക്കേണ്ടത്. ഒരു പേപ്പറിൽ നീളം എഴുതിയെടുക്കുക. ഓക്കെ, നീളം എത്ര ഇഞ്ച് എന്നുള്ളത് എഴുതിയെടുക്കുക. അതിനുശേഷം വേണ്ടത് നമ്മുടെ ഷോൾഡർ തൊട്ടിട്ട് വേസ്റ്റിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷേപ്പിന്റെ ഭാഗം, ആ ഒരു ഷേപ്പ് നിൽക്കുന്ന ഭാഗം അവിടാണ് എഴുതിയെടുക്കേണ്ടത്. ആ ഭാഗമാണ് എഴുതിയെടുക്കേണ്ടത്. എത്ര ഇഞ്ചാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓരോ ഷേപ്പിന്റെ ഭാഗം എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് അത് എഴുതിയെടുക്കാം.
അതിനുശേഷം നമ്മുടെ സീറ്റിന്റെ വോയിസ് ചില സമയത്ത് കട്ടായിട്ട് ഇങ്ങോട്ട് കേൾക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ? ചിലർക്ക് റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും, ചിലർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, കട്ട് ചെയ്ത് വിളിക്കണോ? കട്ട് ചെയ്തിട്ട് ലിങ്ക് അയക്കണോ? ഓക്കെ 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 എല്ലാരും ഒന്ന് മൈക്ക് ഓക്കെ ഓക്കെ എല്ലാരും ഒന്ന് മൈക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ തന്നെ പകുതിയോളം പ്രശ്നം അങ്ങനെ പോകും. മൈക്ക് എല്ലാവരെയും മൈക്ക് ഓൺ ആയിരിക്കുമ്പോൾ എന്റെ വോയിസ് ബ്രേക്ക് ആവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് സീറ്റിന്റെ ലെങ്ത് ആണ്. സീറ്റിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ. ഓക്കെ, സീറ്റിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഷോൾഡർ. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കാം. ഒന്ന് കട്ട് ചെയ്യട്ടെ, എല്ലാരും ഇറങ്ങിക്കോ, അത് നല്ലത്. ജസ്റ്റ് ഇപ്പൊ കിട്ടുന്നില്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ലെങ്ത് ആദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ ഫുൾ ലെങ്ത്, ഷോൾഡർ തൊട്ടിട്ട് നിര്യാണി വരെയുള്ള ലെങ്ത്. അതിനുശേഷം വേണ്ടത് ഷോൾഡർ മുതൽ നമ്മുടെ വേസ്റ്റിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷേപ്പിന്റെ ഭാഗം വന്ന് നിൽക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് എവിടെയാണോ വന്ന് എടുക്കുക, ആ ലെങ്ത് ആണ്. ഷോൾഡർ മുതൽ ഷേപ്പിന്റെ ലെങ്ത് വരെ. അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് സീറ്റിന്റെ ലെങ്ത് ആണ്. സീറ്റിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് എവിടെയാണ്, ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റിന്റെ ആ ലെങ്ത്, ഷോൾഡർ മുതൽ ഇരിക്കുന്ന സീറ്റിന്റെ ആ ലെങ്ത് വരെ. അല്ലാതെ ഹിപ്പിന്റെ ഭാഗം മേൽഭാഗത്തൊന്നല്ല, ഇരുന്ന് കഴിഞ്ഞാലുള്ള സീറ്റിന്റെ താഴ്ഭാഗം ഇരിക്കും. അതാണ് സീറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ, ഇത് ബട്ടക്സിന്റെ ഇറക്കത്തെ ഭാഗം. വല്ലാണ്ട് ഇറങ്ങിയിട്ടുമല്ല, എന്നാലും വല്ലാണ്ട് കയറിയിട്ടും അല്ലാത്ത രീതിയിലാണ് ആ ഭാഗം വേണ്ടത്. ഓക്കെ, അതിനുശേഷം പിന്നെ വേണ്ടത് ഷോൾഡർ ആണ്. ആദ്യം വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് ആണ് വേണ്ടത്. ഫസ്റ്റ് വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ശേഷം വേണ്ടത് ഷോൾഡർ മുതൽ നമ്മുടെ വേസ്റ്റിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഷേപ്പ് എടുക്കുന്ന ഭാഗത്തെ ലെങ്ത്, ഇവിടുന്ന് ഷേപ്പ് വരെയുള്ള ലെങ്ത്. അതിനുശേഷം വേണ്ടത് നമ്മുടെ സീറ്റിന്റെ ലെങ്ത്, ഷോൾഡർ മുതൽ നമ്മുടെ ബട്ടക്സ് ഉണ്ടല്ലോ ഹിപ്പിന്റെ കുറച്ച് താഴേക്ക്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ മുതൽ താഴെ ഇരിക്കുന്ന ഒരു സീറ്റ് വരെയുള്ള ലെങ്ത്. മനസ്സിലായോ? ഈ 3 ലെങ്ത് കൊടുത്തതിന് ശേഷം വേണ്ടത് നമ്മുടെ ഷോൾഡറിന്റെ ലെങ്ത്, ഷോൾഡറിന്റെ വീതി. ലെങ്ത് ആയിട്ട് കൂട്ടൂല അതിന്. ഷോൾഡറിന്റെ വീതി എവിടെ ഉണ്ടെന്ന് അത് നോക്കാം. ഒരു തോളല് തൊട്ടിട്ട് മറ്റൊരു തോളല് വരെയുള്ള ഷോൾഡറിന്റെ വീതി. അത് കണ്ടതിന് ശേഷം നമ്മുടെ ആം ഹോളിന്റെ റൗണ്ട് എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കാം. ആം ഹോളിന്റെ റൗണ്ട് എത്ര ഇഞ്ചിലാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് നോക്കാം. ഈ അളവുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് അളവിലായിട്ട് എടുക്കേണ്ടത്. ലൂസ് ആക്കിയിട്ട് പർദ്ദ ഓൾറെഡി ലൂസ് ഡ്രസ്സാണ്. അപ്പോൾ ഓരോ ഭാഗത്തേക്കും എത്ര ഇഞ്ച് വീതമാണ് ലൂസ് കൂട്ടേണ്ടതെന്ന് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴാണ് തിരുത്തേണ്ടത്. അല്ലാതെ നമ്മൾ അളവെടുക്കുമ്പോൾ തന്നെ എന്താക്കാൻ പാടില്ല, തിരുത്താൻ പാടില്ല. ഈ കക്ഷത്തെ ഭാഗത്തൊക്കെ നമ്മൾ ലൂസോട് കൂടിയിട്ടുള്ള മാർക്കാണ് കൊടുക്കുക. മനസ്സിലായോ? പാത്തയുടെ സ്ലീവിന്റെ ഭാഗത്തൊക്കെ ലൂസോട് കൂടിയിട്ടാണ് കൊടുക്കുക. അപ്പൊ അത് മാർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ടേപ്പേറ്റ് അളവെടുക്കുമ്പോൾ തന്നെ എനിക്ക് ഇത്ര ലൂസ് വേണം എന്ന് പറഞ്ഞിട്ട് ലൂസ് കൂട്ടിയെടുക്കാൻ പാടില്ല. എവിടത്തെ അളവും ലൂസ് കൂട്ടിയെടുക്കാൻ പാടില്ല. നമ്മൾ ബോഡിയിൽ നിന്ന് കിട്ടുന്ന കറക്റ്റ് അളവാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. മാർക്കല്ല, എഴുതിയെടുക്കേണ്ടത്. ആ അളവാണ് നമുക്ക് കിട്ടേണ്ടത്. ആ അളവ് നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴാണ് എവിടൊക്കെ എത്രയൊക്കെ കൂട്ടണം എന്നുള്ള ഫോർമുല പ്രകാരം മാർക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആം ഹോളിന്റെ റൗണ്ട് എത്ര ഇഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമ്മുടെ നെഞ്ചിന്റെ വണ്ണം, ഈ കക്ഷത്ത് കൂടെ തന്നെയാണ് നെഞ്ചിന്റെ വണ്ണം എടുക്കേണ്ടത്. ഇവിടുന്ന് നെഞ്ചിന്റെ വണ്ണം എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കാം. അതേപോലെ നമ്മളിപ്പോ ആദ്യം എടുത്തോണ്ടല്ലോ ഷോൾഡർ തൊട്ടിട്ട് വേസ്റ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തില്ലേ, ആ വേസ്റ്റിന്റെ ഭാഗത്തെ വണ്ണം എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹിപ്പിന്റെ റൗണ്ട്, സീറ്റിന്റെ റൗണ്ട് എന്നുള്ള രീതിയിൽ അവിടെ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് വണ്ണം കൂടുതലുള്ള ഭാഗം, സ്ലിം ആയിട്ടുള്ള ബോഡി ഷേപ്പ് ഉള്ളവർക്ക്, അതായത് നോർമൽ ബോഡി ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഹിപ്പിന്റെ റൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കും സീറ്റിന്റെ റൗണ്ട് കിട്ടുക, ബട്ടക്സിന്റെ ആ ഒരു റൗണ്ട് കിട്ടുക. ഒരു കോള് വന്നതാ. 2:30 മണിക്കത്തെ ചുരിദാർ ഗ്രൂപ്പിലത്തെ കുട്ടികളെ വിളിച്ചതാണ്. ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു വെച്ചിട്ട്. ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ല. 1-2 ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ആ ഫ്ലോ അങ്ങോട്ട് പോയിക്കിട്ട് ഒരു കോള് വരുമ്പോ നമ്മൾ പറഞ്ഞു പറഞ്ഞ ഒരു ഫ്ലോ പോയി. എവിടെ നിർത്തി? സീറ്റിന്റെ റൗണ്ട്.
അപ്പൊ ഈ സീറ്റ് റൗണ്ടിനെ സംബന്ധിച്ച് അതെന്നുള്ള ഞാനിപ്പോ കാണിക്കാം. നോർമൽ ബോഡി ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പിന്റെ ഭാഗം ഇതാണ്, നമ്മൾ ഇരിക്കുന്ന എന്താ പറയാ, ഹിപ്പിന്റെ റൗണ്ടാണ് ഇവിടെ. ഈ ഒരു ഭാഗത്ത് വരുന്നത് ഹിപ്പിന്റെ റൗണ്ട് ആയിരിക്കും ഇങ്ങനെ, അതായത് നമ്മുടെ സൈഡ് ഓപ്പൺ ഒക്കെ വരുന്ന ഒരു ഭാഗമാണത്. ഇപ്പൊ ഇവിടെ കിട്ടിയ അളവ് എത്രയാണോ, ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു 33-33.5 എന്നുള്ള രീതിയിലാണ് ഇപ്പൊ എനിക്ക് ഇവിടെ അളവ് കിട്ടിയിട്ടുള്ളത്. ഇതിനേക്കാൾ അളവ് കൂടുതലായിരിക്കും സീറ്റിന്റെ റൗണ്ട്, അതായത് കുറച്ചുകൂടി ഇറങ്ങിയിട്ട്. ഇത് കണ്ടില്ലേ, സീറ്റിന്റെ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അളവ് കൂടുതലായിരിക്കും. നമ്മുടെ ബട്ടക്സിന്റെ ആ ഒരു ഷേപ്പ് കൂടി അതിൽ ഇൻക്ലൂഡ് ആകുമ്പോൾ വണ്ണം കൂടുതലായിട്ടായിരിക്കും നമുക്ക് കിട്ടാം. മറിച്ച് ഇച്ചിരി വയറുള്ള ടീമാണ്, ഇച്ചിരി താടിയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബട്ടക്സിന്റെ റൗണ്ട് ചെറുതും ഈ ഒരു ഭാഗമായിരിക്കും വണ്ണം കൂടുതലായിട്ട് കിട്ടാം. ക്ലിയർ ആണോ? ആ ഭാഗം മനസ്സിലായില്ലേ? അപ്പോ നമുക്കിപ്പോ നമ്മൾ സീറ്റിന്റെ ലെങ്ത് ആണ് എടുത്തത് എങ്കിലും, സീറ്റിന്റെ ലെങ്ത് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അവിടുത്തെ വണ്ണം ഏത് ഭാഗത്തെ വണ്ണാണോ കൂടുതലുള്ളത് ആ ഭാഗത്തെ വണ്ണാണ് എഴുതി വെക്കുന്നത്. നിങ്ങൾക്ക് സീറ്റ് റൗണ്ട് ആണ് കൂടുതലെങ്കിൽ സീറ്റ് റൗണ്ട് എഴുതി വെക്കാം. ഹിപ്പിന്റെ ഭാഗത്തെ വണ്ണാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗമായിരിക്കും വയറ് ചാടിയിട്ടൊക്കെ കുറച്ച് വണ്ണം കൂടുതൽ ആ ഭാഗമായിരിക്കും. സീറ്റിന്റെ ഭാഗത്ത് ബട്ടക്സിന്റെ ഭാഗം എന്ന് പറയുന്നത് വണ്ണം കുറവായിരിക്കും അല്ലെ. അപ്പൊ വണ്ണം കൂടുതലുള്ള ഭാഗം എവിടെയാണോ അത് എഴുതി വെക്കാം ദേഹത്തിന് അളവെടുക്കുമ്പോൾ. അപ്പൊ ആ ഒരു ഭാഗം എഴുതി വെക്കാം. നമുക്ക് പിന്നെ വേണ്ടത് സ്ലീവിന്റെ ലെങ്ത് ആണ്, കൈയിന്റെ നീളം. കൈയിന്റെ നീളം എത്ര ഇഞ്ചാണ് വേണ്ടത് എന്നുള്ളത് എഴുതി വെക്കാം. ലൂസോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ കൈയിന്റെ നീളവും മാർക്ക് ചെയ്യാം. അതുകൊണ്ട് കറക്റ്റ് നിങ്ങൾക്ക് എവിടെയാണോ നീളം കിട്ടിയത് അത് മാത്രം എഴുതിയെടുത്താൽ മതി. ഫുൾ ലെങ്ത് ആണല്ലേ നമ്മൾ എടുക്കാം, അത് മാത്രം എഴുതിയെടുത്താൽ മതി. അതിനേക്കാൾ ലൂസ് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ എന്തെടുക്കുക, സ്ലീവ് എടുക്കുമ്പോൾ കൂടുതലായിരിക്കും, 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് എടുക്കുക. ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടിരിക്കും നമ്മൾ സ്ലീവ് നിൽക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താക്കിയാൽ മതി, കറക്റ്റ് ലെവലിൽ നമ്മുടെ ഈ ഒരു മണികണ്ഠം എവിടെയാണോ നിൽക്കുന്നത്, പിന്നെ എന്താ പറയാ, മണികണ്ഠം തന്നെ എന്താ പറയാ, അവിടെ വരെയുള്ള നീളം മാത്രം എടുത്താൽ മതി. ഇവിടുന്ന് അവിടെ വരെയുള്ള നീളം മാത്രം എടുത്താൽ മതി. അതേപോലെ തന്നെ ഇവിടുത്തെ വണ്ണം എടുക്കാം. ഓക്കെ, ഇനി ഇതിൽ വേണ്ടത് നമ്മുടെ നെക്കിന്റെ, എന്താടാ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഇതിന് വേണ്ടത് നെക്കിന്റെ ലെങ്ത് ആണ്. നെക്കിന് ലെങ്ത് ആരും എടുക്കണ്ട, കാരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെക്കിന് ലെങ്ത് എടുക്കാൻ അബായക്ക് പറ്റില്ല. അബായക്ക് പറ്റും, അതെന്താ അവിടെ ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ അബായക്ക് ബേക്കിലേക്ക് നെക്കില്ല. ഒരു അബായക്കും ബേക്കിന് നെക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബേക്കിലെ നെക്ക് ചെറുതാണെങ്കിൽ ചെറിയൊരു ഇറക്കം എന്നുള്ള രീതിയിൽ കിട്ടുമ്പോൾ നമുക്കൊരു വൈഡായിട്ട് കിട്ടണം. അവിടെ നമ്മള് തലയിൽ കൂടെ ഈ സാധനം ഇറങ്ങണ്ടേ. അപ്പൊ നമുക്ക് ബേക്കിലും കൂടി ചെറിയൊരു സപ്പോർട്ടായിട്ട് ചെറിയൊരു റൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എളുപ്പം ഇറങ്ങും. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ഇറക്കിയെടുത്താലും കുഴപ്പമില്ല, സാധനം നമുക്ക് തലയിൽ കൂടെ ഇറങ്ങും. മറിച്ച് പർദ്ദനെ സംബന്ധിച്ച് ബേക്കിലേക്ക് നെക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം എന്താക്കാൻ പറ്റൂല, എനിക്ക് ചെറിയ കഴുത്ത് മതി എന്ന് പറയാം, അങ്ങനെ പറയാൻ പറ്റും. പിന്നെ ചെറിയ നെക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഓപ്പം വെച്ച് കൊടുക്കേണ്ടി വരും. ഈ സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിലോ എവിടെയെങ്കിലും ഒരു ഓപ്പൺ വെച്ച് കൊടുക്കേണ്ടി വരും. എങ്കിലേ ഇത് തലയിൽ കൂടെ കൊണ്ട് ഇറങ്ങുള്ളൂ. അതല്ലേ നമുക്ക് ആ ഓപ്പൺ അങ്ങനെ ഇഷ്ടമല്ലാത്തവരുണ്ടല്ലേ, ഓപ്പൺ ഇല്ലാത്ത അബായകൾ കണ്ടിട്ടില്ല നിങ്ങള്? അബായ തന്നെ ആയിരിക്കും, റൗണ്ട് നെക്കായിരിക്കും അല്ലെങ്കിൽ സ്ക്വയർ നെക്കായിരിക്കും. ഈ സൈഡിൽ ഓപ്പൺ ഉണ്ടാവില്ല, ഫ്രണ്ട് സൈഡിൽ ഓപ്പൺ ഉണ്ടാവില്ല, ബേക്കിൽ നെക്കൂല്ല, എന്നാലും സാധനം കൊണ്ട് ഇറങ്ങണ്ടേ. അപ്പൊ അങ്ങനെയുള്ള പർദ്ദകൾക്ക് നമ്മൾ എന്ത് ചെയ്യൂല, നമ്മുടെ ഇഷ്ടപ്രകാരം നെക്ക് ഇറക്കെടുക്കൂല. അപ്പൊ അതിന് നമ്മുടെ നെക്കിന്റെ റൗണ്ടിനോ ബേക്കിലെ നെക്കിന്റെ റൗണ്ടോ കിട്ടിയിട്ട് കാര്യമില്ല. ഈ തല ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ അതിനായിട്ടുള്ള ആ ഗോളും ആ ഒരു ഇറക്കം എത്ര എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. നിങ്ങൾക്ക് തലേന്റെ റൗണ്ടൊന്നും എടുക്കണ്ട, അതെന്താന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓരോരുത്തർക്കും കിട്ടുന്ന രീതി എങ്ങനെ ആയിരിക്കും ആ ഒരു നെക്കിന്റെ റൗണ്ട് നമ്മുടെ തലയിൽ കൂടെ ഇറങ്ങാൻ. ഓപ്പൺ വെക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ സൈഡിലോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ഒരു ഓപ്പൺ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെക്ക് എടുക്കട്ടെ. ചെറിയ നെക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ഒരു ഓപ്പൺ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, ബട്ടനോ ഹുക്കോ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ നമ്മുടെ മോഡലിൽ അതില്ല, ഓപ്പൺ ഇല്ലല്ലോ. നമ്മുടെ മോഡൽ പിക്ക് കാണിച്ചല്ലോ, ഓപ്പൺ വരുന്നില്ലല്ലോ.
ഇല്ല. അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് നെക്കിന് മോഡൽ പിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നോക്കൂലല്ലേ ഞാന്. അത് ഓവർ കോട്ടാണ്. അതിനകത്തൊരു ഡ്രസ് ഉണ്ട്, അകത്തൊരു പർദ്ദ ഉണ്ട്. നമ്മുടെ അനൗൺസ്മെന്റ് ഗ്രൂപ്പ് ഇല്ലേ, അതിൽ ഓരോന്നിന്റെ മോഡൽ അയച്ചിട്ടാണ്, അത് ഇഷ്ടപ്പെട്ടിട്ടാണ്, മോഡൽ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഇന്ന ഗ്രൂപ്പിലേക്ക് വെച്ചിട്ട് ഇപ്പൊ ഫ്രോക്കിന്റെ മോഡൽസ് അയച്ചപ്പോൾ അബായുടെ മോഡൽസ് അയച്ചിട്ടുണ്ടായിരുന്നു. അബായോ അയക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കണേ. ഓക്കെ. അതേപോലെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഗ്രൂപ്പിൽ അയക്കുന്ന വോയിസ് മറ്റുള്ളതൊന്നും നിങ്ങൾ കേട്ടില്ലെങ്കിൽ എന്റെ ഒരാളുടെ വോയിസ് മൊത്തം നിങ്ങൾ കേൾക്കണം. കാരണം ഞാനീ നമ്മുടെ ക്ലാസ്സിന്റെ പരിപാടി, വീട്ടിലത്തെ പണി, മക്കളായിട്ടുള്ള ഫൈറ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൺ എടുക്കാം. രാത്രി ഒരു 11 മണിക്ക് എല്ലാത്തിനും കിടത്തി ഉറക്കിയതിന്റെ ശരിക്കും ഫോൺ എടുക്കാം, റീപ്ലൈ കൊടുക്കാൻ വേണ്ടി മാത്രം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ചോദ്യങ്ങൾ മൊത്തം നമ്മുടെ എന്താ പറയാ പ്രൈവറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഒരു 10-60 പേര് ഒരേ ചോദ്യം. ജസ്റ്റിന്റെ ഒന്നുമില്ല, പലവരും പല ചോദ്യങ്ങളും ചോദിക്കും. ഇനിയിപ്പോ മിസ്സേ നാളെ ക്ലാസ് ഉണ്ടോ, അല്ലെങ്കിൽ മിസ്സേ ഇന്ന് ക്ലാസ് ഉണ്ടോ എന്നുള്ളത് തന്നെ ഒരു 10-60 പേര് ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഉണ്ടെന്നോ ഇല്ലാന്നോ അവരോട് ഇങ്ങനെ പറയണമെങ്കിൽ എനിക്ക് അവര് ഏത് ക്ലാസ്സിലത്തതാണെന്നുള്ളത് എടുത്തു നോക്കണം. അവർ ഏത് ക്ലാസ്സിന്റെ കാര്യമാണ്, അബായുടേതാണോ, ചുരിദാറിന്റെതാണോ, പാന്റിന്റെതാണോ, ഫ്രോക്കിന്റെതാണോ, അവർ ഏത് ക്ലാസ്സിന്റെ കാര്യമാണ് ചോദിക്കുന്നത് എന്ന് എനിക്ക് അവരുടെ അബൌട്ട് എടുത്ത് നോക്കി അവർ ഏത് ഗ്രൂപ്പിലത്തെ കാര്യമാണ് ചോദിക്കണം എന്നുള്ളത് ആദ്യം നോക്കണം. എന്നിട്ട് വേണം എനിക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ. അപ്പൊ അതിനേക്കാളും ബെറ്റർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും ടൈം അവിടെ കിട്ടണം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ കഴിയുന്നതും ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാൻ നിൽക്കുക. ഗ്രൂപ്പിൽ ഇനി ഞാനില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന വേറെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരും, ക്ലാസ്സിലുള്ള കാര്യമാണെങ്കിലും മറ്റുള്ള എന്ത് കാര്യമാണെങ്കിലും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കട്ടെ എല്ലാരും. ഓക്കെ. അപ്പൊ സ്ലീവിന്റെ ലെങ്ത് എടുത്തു. സ്ലീവിന്റെ ലെങ്ത് എടുത്തതിന് ശേഷം സ്ലീവിന്റെ ഈ ഭാഗത്തെ റൗണ്ട് ഒന്ന് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണ് റൗണ്ട് വേണ്ടതെന്ന് എടുക്കാം. നമ്മുടെ ഉള്ളിലത്തെ ആ പീസിന് സ്ലീവ് വരുന്നില്ല, സ്ലീവ്ലെസ് ആണ്. ഉള്ളിലിടുന്ന ആ ചെറിയ അബായക്ക് സ്ലീവ്ലെസ് ആണ്, സ്ലീവ് വരുന്നില്ല. പുറത്തേക്ക് വരുന്ന ആ ഓവർകോട്ട് ഉണ്ടല്ലോ, ആ ഓവർകോട്ടിനാണ് സ്ലീവ് വരുന്നത്. ലൂസ് ആയിട്ടുള്ള സ്ലീവാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടുത്തെ അളവെടുത്ത് വെക്കാം. നിങ്ങൾ എത്രയാണോ നീളം എടുത്തിട്ടുള്ളത് അവിടുത്തെ വണ്ണവും മാർക്ക് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. സ്ലീവിന്റെ റൗണ്ട് എഴുതി വെക്കുക, ഷോൾഡർ എഴുതി വെക്കുക. നെക്ക് നമ്മൾ എടുത്തിട്ടില്ല, നെക്കിന്റെ വണ്ണവും നീളവും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഷോൾഡർ എഴുതി വെച്ചു. പിന്നെ ചെസ്റ്റിന്റെ റൗണ്ട്. ഓക്കെ. ഫസ്റ്റില് നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് നീളാണ്, ഫുള്ള് നീളം. എത്ര ഇഞ്ചാണോ നമുക്ക് നീളം വരുന്നത് അത്ര നമ്മുടെ റെക്കോർഡിൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഇതുവരെ വന്നിട്ടുള്ള റെക്കോർഡിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ഇന്ന് നേരത്തെ ക്ലാസ് നിർത്താം. ഈ അളവുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇന്ന് ക്ലാസ് വേഗം നിർത്തുകയും ചെയ്യാം. ഓക്കെ. അതുവരെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ അളവുകൾ മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് എഴുതി വെക്കാം. ഫുൾ ലെങ്ത്, വേസ്റ്റിന്റെ ലെങ്ത്, ഷോൾഡർ ടു ഫുൾ ലെങ്ത്, ഷോൾഡർ മുതൽ വേസ്റ്റിന്റെ ലെങ്ത്, ഷോൾഡർ മുതൽ സീറ്റിന്റെ ലെങ്ത്. ഹിപ്പ് ഇവിടെ വരുന്നില്ല കേട്ടോ, സീറ്റിന്റെ ലെങ്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ ആണ് വരുന്നത്. ഷോൾഡർ കഴിഞ്ഞതിന് ശേഷം ചെസ്റ്റിന്റെ വണ്ണം. ചെസ്റ്റിന്റെ വണ്ണം കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ കഴിഞ്ഞതിന് ശേഷം ആംഹോൾ ആണ്. ആംഹോൾ കഴിഞ്ഞതിന് ശേഷം ചെസ്റ്റിന്റെ ആംഹോൾ റൗണ്ടിന് ശേഷം ചെസ്റ്റിന്റെ റൗണ്ട്. ചെസ്റ്റിന്റെ റൗണ്ടിന് ശേഷം ഓക്കെ. ആദ്യം വേണ്ടത് ഫുൾ ലെങ്ത്. ഷോൾഡർ മുതൽ നമ്മുടെ ഞെരിയാണിയുടെ താഴത്തെ ആ നിലം വരെയുള്ള ലെങ്ത്. അതെടുത്തതിന് ശേഷം ഷോൾഡർ മുതൽ നമ്മുടെ ഷേപ്പിന്റെ ഭാഗം വരെയുള്ള ലെങ്ത്, ഏത് ഭാഗത്താണ് നമ്മുടെ ഷേപ്പ് വരുന്നത് അവിടെ വരെയുള്ള ലെങ്ത് നീളം എടുക്കാം. അതിനുശേഷം ഷോൾഡർ മുതൽ സീറ്റിന്റെ ലെങ്ത്. നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിന്റെ ലെങ്ത് എവിടെ വരാന്നുള്ളത് അറിയാലോ. ബട്ടക്സിന്റെ ഒരു പകുതി ഭാഗം വരെ ആയിരിക്കും വരാം. നമ്മുടെ അറിയാം, ബട്ടക്സിന്റെ ഒരു സെന്റർ ഭാഗം വരെ ആയിരിക്കും ആ ഒരു സീറ്റ് ലെങ്ത് നമുക്ക് കിട്ടുക. അപ്പൊ ആ ലെങ്ത് എടുക്കാം. അതിനുശേഷം ഷോൾഡർ, എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് ഷോൾഡർ കിട്ടിയിട്ടുള്ളത് ആ ഷോൾഡർ എടുക്കാം. അതിനുശേഷം വരുന്നത് നിങ്ങളുടെ ആംഹോളിന്റെ റൗണ്ട്. ആംഹോളിന്റെ റൗണ്ട് ഒക്കെ കറക്റ്റ് ഫിറ്റിങ്ങിൽ എടുക്കാൻ നോക്കുക. കൂടുതൽ ടൈറ്റ് ആക്കാനും പാടില്ല, കൂടുതൽ ലൂസ് ആക്കാനും പാടില്ല. കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് എടുക്കുക. അതിനുശേഷം വരുന്നത് ചെസ്റ്റിന്റെ റൗണ്ട്. എത്രയാണോ നിങ്ങൾക്ക് ചെസ്റ്റിന്റെ റൗണ്ട് കിട്ടിയിട്ടുള്ളത് അതെടുക്കാം. അതിനുശേഷം വരുന്നത് വേസ്റ്റിന്റെ റൗണ്ട്. വേസ്റ്റിന്റെ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിന്റെ ഭാഗത്തിനാണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. ആ ഷേപ്പിന്റെ ഭാഗത്തെ റൗണ്ട്. അതിനുശേഷം നമ്മുടെ സീറ്റിന്റെ റൗണ്ട്. സീറ്റിന്റെ റൗണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ അരക്കെട്ടിന്റെ
അവിടുത്തെ വണ്ണാണ്. അവിടെ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് വണ്ണം കൂടുതലായിട്ടുള്ളത് അവിടുത്തെ വണ്ണം എടുക്കുക. ചിലർക്ക് സീറ്റിന്റെ റൗണ്ട് ആയിരിക്കും വണ്ണം കൂടുതലായിട്ട് കിട്ടുക, ചിലർക്ക് അടിവയറിന്റെ ഭാഗമായിരിക്കും വണ്ണം കൂടുതലായിട്ട് കിട്ടുക. അപ്പൊ അവിടെ ഏത് ഭാഗത്താണോ വണ്ണം കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ ഭാഗം എടുക്കാം. ഓക്കെ, അത് ഹിപ്പാണ്. ചുരിദാറിന്റെ ഓപ്പം വരുന്ന കറക്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ട് ആണ്. ഹിപ്പിന്റെ അവിടെയാണ് ചുരിദാറിന്റെ ഓപ്പം വരുന്നത്. അതിനേക്കാൾ കുറച്ച് ഇറങ്ങിയിട്ടാണ് സീറ്റ് റൗണ്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇരിക്കുന്ന സീറ്റിന്റെ ഷോൾഡർ മുതൽ ഇരിക്കുന്ന സീറ്റിന്റെ ആ ഇറക്കം വരെ അതൊക്കെ നമുക്ക് മാർക്ക് ചെയ്യുമ്പോഴാണ് കൂട്ടേണ്ടത്. ഇപ്പൊ ഒന്നും കൂട്ടൂല നമ്മള്. ഇപ്പൊ നമുക്ക് കറക്റ്റ് ബോഡിമെന്ന് അളവുകൾ എടുത്ത് വെക്കാന്നുള്ളതാണ്. മാർക്ക് ചെയ്യുമ്പോഴാണ് അതൊക്കെ കൂട്ടലും കുറക്കലും ഓരോ ഫോർമുല അനുസരിച്ച് ചെയ്യല്. ഇപ്പൊ ഈ അളവുകൾ മാത്രമായിട്ട് കളക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ സീറ്റിന്റെ റൗണ്ട് കഴിഞ്ഞാൽ ഓ ചെയ്യാലോ, ചെയ്യാൻ പറ്റും. നമ്മുടെ മെഷീൻ നോക്കിയാന്നുണ്ടെങ്കിൽ ഒരു ചുളിവും ഉണ്ടാവില്ല. എന്റെ മെഷീൻ നോക്കിയാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ആ മെഷീനോട് ഞാൻ അടിക്കാത്ത സാധനങ്ങളില്ല. അപ്പൊ എല്ലാരും പറയും സിംഗിൾ മെഷീനുമേല് എന്താ പറയാ ബനിയൻ ക്ലോത്ത് അടിക്കാൻ പറ്റൂല എന്ന്. വെറുതെയാണ് ഞാൻ ആ സിംഗിൾ മെഷീനുമേലും ബനിയൻ ക്ലോത്ത് അടിക്കും. നമ്മുടെ മെഷീൻ നോക്കിയാന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞ ആ സൂചി പർദ്ദന്റെ ആ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. പർദ്ദയുടെ ഒക്കെ താഴ്ഭാഗം കരഭാഗം മടക്കി തയ്ക്കുമ്പോ നിങ്ങൾ എങ്ങനെ തയ്ക്ക? ആദ്യം മൊത്തത്തിൽ തയ്ക്കണം, എന്നിട്ട് വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയിട്ട് മൊത്തത്തിൽ അങ്ങനെ തയ്ച്ചാലേ വൃത്തി ഉണ്ടാവുള്ളൂ. ആദ്യം തന്നെ നമ്മൾ രണ്ട് മടക്കും അതേപോലെയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ രണ്ട് മടക്കും മടക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നു കഴിഞ്ഞാല് അതിങ്ങനെ പിരിഞ്ഞു നിൽക്കും. റൗണ്ട് അടിച്ച് പിരിഞ്ഞു നിൽക്കും. സ്റ്റിച്ചിങ്ങുമ്മിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ അംബ്രല്ല കട്ടിന്റെതും അബായ പോലുള്ള ഡ്രസ്സുകളൊക്കെ തയ്ക്കുമ്പോൾ നല്ല എന്താ പറയാ സിൽക്ക് പോലത്തെ മെറ്റീരിയലിന്റെ കാര്യങ്ങളൊക്കെ എന്താവട്ടെ, ഇന്ന ഡ്രസ്സ് എന്നല്ല, ക്ലോത്ത് നല്ല ക്ലോത്ത് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് സ്റ്റിച്ചിങ് ഓക്കെ ആക്കാനുണ്ട്. നമ്മുടെ ആ സ്റ്റിച്ചിങ്ങും നമ്മുടെ ഓക്കെയാണ്, മെഷീനും നമ്മുടെ ഓക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് സിംഗിൾ മെഷീനെന്നോ ഡബിൾ മെഷീനെന്നോ പവർ മെഷീനെന്നോ ഒന്നുമില്ല. മെഷീൻ ഏത് മെഷീനാണെങ്കിലും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തയ്ച്ച ഡ്രസ്സും അതിനൊക്കെ ഓക്കെ ആവും. ചില ഡ്രസ്സ് ഞാന് എന്റെ നമ്പർ മാറ്റമുണ്ട്, മെഷീനിക്ക് നമ്പർ മാറ്റമുണ്ട്. പക്ഷെ നമ്മുടെ മെഷീന് എപ്പോഴും തയ്ച്ച് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ മെഷീനിക്ക് സൂചി മാറ്റിയിടേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നിങ്ങളുടെ മെഷീനും വരെ നിങ്ങൾ ബനിയൻ ക്ലോത്ത് തയ്ക്കുമ്പോൾ പേപ്പർ ഉണ്ടല്ലോ, പേപ്പർ മേലെ വെച്ചിട്ട് താഴെയല്ല മേലെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ വന്ന് സ്പീഡ് അത് ദിവസം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ പേപ്പർ ഒന്ന് ജസ്റ്റ് മാറ്റി ഗ്യാപ്പ് വന്ന് തയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തന്നെ നമ്മുടെ ആ സൂചി അതിനോട് വഴങ്ങി വരും. പിന്നെ സൂചി മാറ്റിയിടണമെന്നില്ല, സെയിം സൂചി കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ബനിയൻ ക്ലോത്തിന്റെ തയ്ക്കാൻ പറ്റും. ഓക്കെ, സൂചിയുടെ വണ്ണത്തിൽ ചെറിയ വ്യത്യാസം, സൂചിയുടെ താഴ്ഭാഗത്തെ വണ്ണത്തിൽ ഇത്തിരി വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. അത് ചെറിയ വ്യത്യാസങ്ങൾ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനും പറ്റുന്ന ഒരു സൂചിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ആ സൂചി കൊണ്ട് നമുക്ക് തയങ്ങി കഴിഞ്ഞാൽ എല്ലാതും തയ്ക്കാൻ പറ്റും. ഓക്കെ, എല്ലാ മെഷീനിലും അങ്ങനെ തന്നെയാണ്. അളവുകൾ ഫുള്ളായി. ഇത്രയുള്ള അളവുകളെ നമുക്ക് വേണ്ടുള്ളൂ, ഇനി കൂടുതൽ അളവുകൾ വേണ്ട. സ്ലീവിന്റെതും സ്ലീവിന്റെ റൗണ്ട് അതൊക്കെ നമ്മള് ഫ്ലെയർ റൗണ്ട് വേണം. അത് അളവെടുക്കലല്ല, ഫ്ലെയർ റൗണ്ട് ഒന്നും നമ്മൾ അളവെടുക്കലല്ല. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു അളവിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് കണ്ടെത്തലാണ് എത്രയാണ് നമുക്ക്. ലാസ്റ്റ് സ്ലീവിന്റെ റൗണ്ട്, സ്ലീവിന്റെ നീളവും സ്ലീവിന്റെ റൗണ്ട്. പർദ്ദക്ക് ഉള്ളിലത്തെ പർദ്ദക്ക് 2.5-3 മീറ്റർ എന്തായാലും വേണം. സ്ലീവ് ഇല്ലാത്തതല്ലേ 2.5 മീറ്റർ എന്തായാലും വേണം. പുറത്ത് ആ ഒരു കോട്ടിന് 3.5 മീറ്റർ വേണം. ആ സ്ലീവിന്റെ ഗോള് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 മീറ്റർ വേണം. ഫുൾ കോട്ടാണത്. അങ്ങനെ അതെ സെപ്പറേറ്റ് അത് ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കാം. ഹൈറ്റിനനുസരിച്ചിട്ട് പറയുമ്പോൾ എന്താണ് 2.5 മീറ്റർ. അതായത് നോർമൽ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ 2.5 മീറ്റർ എടുത്താൽ മതി. ഇത്തിരി ഹൈറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ 3 മീറ്റർ എടുത്തോ. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 40 ഇഞ്ച് 39 ഇഞ്ചൊക്കെയാണ് നീളം വരുന്നത്. അപ്പൊ നിങ്ങൾ എത്ര നീളം ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കുക, എന്നിട്ട് അതിന്റെ ഡബിള് എടുക്കുക. മനസ്സിലായോ? എന്താടാ
നെക്കിന്റെ ലെങ്ത് എടുക്കണ്ട. നെക്കിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ്. നമ്മളെ നെക്കിന് നമ്മൾ ഓപ്പം വെക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ചെറിയ നെക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയിൽ കൂടെ കൊണ്ട് കൊള്ളൂല. അതുകൊണ്ട് നിങ്ങൾ എന്താടാ അത് ഓരോ വയസ്സിനനുസരിച്ചിട്ട് എടുക്കേണ്ടതാണടാ. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ എടുക്കുമ്പോൾ എന്തായാലും അബായയുടെ ക്ലോത്ത് എന്ന് പറയുമ്പോൾ വീതി കൂടുതലുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. ഒരാളെ വേറെ എന്തോ ചോദിക്കുന്നുണ്ട്. എന്താണ് അബായയുടെ അടിഭാഗം വെട്ടിയടിക്കുമ്പോ എന്താ ശ്രദ്ധിക്കാനുള്ള നിങ്ങളൊക്കെ കൂടി കഴിഞ്ഞാലേ അതിന് അടി വെട്ടുമ്പോ നേരെ വെട്ടി കൊടുത്താൽ മതിയോ അതോ അതിലെന്തെങ്കിലും ചെയ്യാണ്ടോ ഫ്ലെയർ റൗണ്ട്? ഫ്ലെയർ റൗണ്ട് നമുക്ക് എത്ര ഇഞ്ചാണോ കൂടുതലായിട്ട് ആ ബാക്കുള്ളത് അതേ എന്താ പറയാ ഒരു ഇഞ്ചാണ് നമുക്ക് കുറക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുഭാഗം ഒരേ ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വരണം. കയറി ഇറങ്ങിയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ നാലാക്കി മടക്കി വെച്ചിട്ട് നാലാക്കി മടക്കി വെക്കും. എന്നിട്ട് ഒരുമിച്ചണ്ട് കട്ട് ചെയ്യും. ഈ ഒരുമിച്ചണ്ട് കട്ട് ചെയ്തിട്ടുള്ള കട്ട് ചെയ്ത പീസ് എടുത്ത് വെക്കാം. ഒരു ഭാഗത്ത് വീതി കൂടുതൽ ഒരു ഭാഗത്ത് വീതി കുറവും അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. എല്ലാ ഭാഗത്തും ഒരേപോലെ വീതിയിൽ കട്ട് ചെയ്യാൻ നോക്കണം. അതെ അതെടാ. സീറ്റ് റൗണ്ട് കഴിഞ്ഞാൽ സ്ലീവിന്റെ ലെങ്ത്തും സ്ലീവിന്റെ റൗണ്ടും ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് നടക്കണ്ട. അതെ അതൊക്കെ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം അതൊക്കെ എങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഈ ഒരു അളവുകൾ മാത്രം എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് ഇരിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി, വൈൻഡ് അപ്പ് ചെയ്യട്ടെ ക്ലാസ്. 3:30 ഉണ്ട് 3:30 ഓക്കെ. ഗ്രൂപ്പില് മറ്റന്നാളാണ് നെക്സ്റ്റ് ക്ലാസ് വരുന്നത്. ആരോ കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും പറയാറുണ്ട്? ടെലഗ്രാം വഴി സെൻഡ് ചെയ്യണേ. സെൻഡ് ചെയ്യാം. വേറെ ഞാനിപ്പോ എന്തോ ഒന്ന് പറയാമെന്നടാ മറന്നുപോയി. അപ്പൊ കാര്യം വിളിച്ചാവും മറന്നുപോയി. എന്തോ കാര്യപ്പെട്ടതായിരുന്നു പറയാമെന്ന് മറന്നുപോയി. ടെലഗ്രാമിൽ അതെ നാളെയാണ് നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നത്. അതെ എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ഞാൻ 10 മിനിറ്റ് ഫോൺ റെസ്റ്റ് എടുത്ത് കൊടുക്കണം. എന്നിട്ട് എനിക്ക് അടുത്ത ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അളവുകൾ എല്ലാവരും അത് ഞാൻ പറയാൻ വന്നത്. അളവുകൾ എല്ലാവരും എടുത്തിട്ട് ഗ്രൂപ്പിൽ അയച്ചു. എന്നിട്ട് പരസ്പരം നിങ്ങളുടെ അളവ് പോലെ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങളുടെ സെയിം അളവ് തന്നെ മറ്റൊരാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നെഞ്ചിന്റെ അളവൊക്കെ ഒരേപോലെ തന്നെ കിട്ടിയിട്ടും അവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്താണ് അത് വ്യത്യാസം എന്നുള്ളതൊക്കെ ഒന്ന് സ്വയം മനസ്സിലാക്കി എടുക്കുക. അളവുകളിൽ എന്തെങ്കിലും നല്ല വ്യത്യാസമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ക്ലിയർ ആയി തരാം. അത് ഞാൻ പറയാൻ വന്നത്. നേരത്തെ പറയാൻ വന്നപ്പോൾ ഒരു കോൾ വന്നപ്പോൾ പറയാൻ വന്നത് മറന്നുപോയി. ഓക്കെടാ, ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം. ആടാ കറക്റ്റ് അളവിലാണ്. നിങ്ങൾക്ക് ആ കറക്റ്റ് റൗണ്ട് എത്രയാണോ വേണ്ടത് അത് എടുത്താൽ മതി. നമുക്ക് ലൂസ് എന്നുള്ളത് അത് മോഡലിനനുസരിച്ച് നമ്മൾ ലൂസ് കൂട്ടണതല്ലേ. അപ്പൊ നമ്മളത് ലൂസ് ആദ്യം തന്നെ നമ്മൾ ലൂസാക്കി പിടിക്കണമെന്നില്ല. അത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണ് ലൂസ് വേണ്ടതെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കണ്ടെത്തേണ്ടതാണ്. മെലിഞ്ഞ ആളുകൾക്കും തടിച്ച ആളുകൾക്കും ഒരേപോലെ ലൂസ് എടുക്കൂലല്ലോ. അവരുടെ ബോഡിയുടെ ഷേപ്പിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ലൂസ് എടുക്കുക. അപ്പൊ ആ ബോഡിയുടെ ശരിക്കുള്ള വീതിയും വണ്ണവും നീളം എത്ര ഉണ്ടെന്നുള്ളത് അറിഞ്ഞാലല്ലേ നമുക്ക് അതിനനുസരിച്ച് ലൂസ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം വേണ്ടത് നിങ്ങളുടെ ശരിക്കുള്ള ബോഡിയുടെ അളവാണ് ആദ്യം വേണ്ടത്. അതിൽ നിന്ന് 1 ഇഞ്ച് പോലും കൂടുതൽ എടുക്കണ്ട. ഓക്കെ ഓക്കെ ശരിടാ.